നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നാളെ വോട്ടെടുപ്പ്. മോദിയോടൊപ്പം ഒരു സഖ്യകക്ഷിയായി പ്രവർത്തിച്ചവർക്ക് പിരിഞ്ഞുപോയാലും മോദിയെ മറക്കാൻ സാധിക്കില്ല. കാരണം അതുപോലെ ഒരു രാഷ്ട്രസ്നേഹിയെ കാണുവാൻ ബുദ്ധിമുട്ടാണ്. അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ട്രംപ് പോലും മോദിയുടെ രാഷ്ട്രസ്നേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു പഴയ സഖ്യകക്ഷി നേതാവും രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രചരണത്തിനിടെ മഹാരാഷ്ട്രയിലെ ഒരു റാലിയിൽ ഉദ്ധവ് താക്കറെയുടെ വിചിത്രമായ ഒരു ആവശ്യമാണ് ഉയർന്നു വന്നത്. നമ്മുടെ കോൺഗ്രസ് സഖ്യത്തിലെ ഒരു പ്രധാനിയാണ്. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് സാധാരണക്കാരുടെ യുക്തി ആത്മഹത്യ ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. സംഭവം ഇങ്ങനെ: പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നേതാവാണെന്നും BJPയുടെ നേതാവല്ലെന്നും അദ്ദേഹം വാദിച്ചു. വരാനിരിക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിനെതിരെ പോരാടുന്ന മഹാവികാസ് അഘാഡിയുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം വരേണ്ടതായിരുന്നു. മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, BJPയുടെ പ്രധാനമന്ത്രിയല്ല. എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തുവെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം മഹാവികാസ് അഘാഡിക്ക് വേണ്ടി ഇവിടെ പ്രചാരണം നടത്താത്തത്? നമ്മൾ ഇന്ത്യക്കാരല്ലേ? താക്കറെ ചോദിച്ചു. പ്രധാനമന്ത്രിക്കെതിരായ താക്കറെയുടെ ആശയക്കുഴപ്പം നിറഞ്ഞ ഈ വാക്കുകൾ MVA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിന്നിലാണെന്ന് പലരും അനുമാനിക്കാൻ കാരണമായി. കൂടാതെ ഈ വീഡിയോയ്ക്ക് താഴെ ആർക്കെങ്കിലും വേണ്ടി പ്രചരണം നടത്താൻ മോദിജിക്ക് ചില മുൻ വ്യവസ്ഥകളുണ്ട്, നിങ്ങൾ അവ നിറവേറ്റു, MVAയ്ക്ക് വേണ്ടിയും മോദി ഉണ്ടാകും, ഉറപ്പ്. ഭ്രാന്തായോ? മോദിജിയെ മിസ് ചെയ്യുന്നു എന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള രസകരമായ കമന്റുകളാണ് വരുന്നത്. മഹാരാഷ്ട്രയിലെ ആകെയുള്ള 288 മണ്ഡലങ്ങളിലും ജാർഖണ്ഡിലെ ആദ്യഘട്ടത്തിലെ 43 മണ്ഡലങ്ങളിലും ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. അതിനിടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. മഹായുതി സഖ്യം ഭരണം നിലനിർത്തുമെന്ന് പ്രവചിച്ച സർവേ ഏജൻസിയായ മെട്രിസ് മഹായുതി സഖ്യം കേവല ഭൂരിപക്ഷമായ 145 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ, NCP, ശരത് പവാർ കക്ഷികളുടെ മഹാവികാസ് അഘാഡി സഖ്യത്തിന് അടുത്ത 5 വർഷത്തേക്ക് കൂടി പ്രതിപക്ഷത്ത് തുടരേണ്ടി വരുമെന്നാണ് അഭിപ്രായ സർവേ പ്രവചിക്കുന്നത്. മഹാവികാസ് അഘാഡി സഖ്യം 106 മുതൽ 126 വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നും സർവേ പ്രവചിക്കുന്നു. വോട്ട് ഷെയറിലും മഹായുതി സഖ്യത്തിന് മേൽക്കൈ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. മഹായുതി സഖ്യം 47% വോട്ടുകൾ നേടുമ്പോൾ മഹാവികാസ് അഘാഡി സഖ്യത്തിന് 41% വോട്ടുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് മെട്രിസിന്റെ പ്രവചനം. 2019 ശരത് പവാറിന്റെ NCPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല എങ്കിലും ശരത് പവാർ രഹസ്യമായി ചരടുകൾ വലിച്ചു. ഭാര്യ ഊട്ടി വളർത്തിയ ഉദ്ധവ് താക്കറെയിലെ മുഖ്യമന്ത്രി കസേര മോഹത്തെ ശരത് പവാർ ഉണർത്തിവിട്ടു. ആ വലയിൽ ഉദ്ധവ് താക്കറെ വീണു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിനോടും ശരത് പവാറിനോടും യുദ്ധം ചെയ്ത ഉദ്ധവ് താക്കറെ ഒരു നിമിഷത്തെ മുഖ്യമന്ത്രി കസേരയോടുള്ള പ്രലോഭനത്തിന്റെ പേരിൽ ചരിത്രത്തിലെ വലിയ ഒറ്റുകാരനായി. കോൺഗ്രസുമായും ശരത് പവാറുമായി ചേർന്ന് സഖ്യകക്ഷിയായിരുന്ന BJPയെ ചവിട്ടിത്തൊഴിച്ച് മഹാരാഷ്ട്രയിൽ അധികാരത്തിലേറി ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയുമായി. എന്നാൽ ഇപ്പോൾ രണ്ടായി പിളർന്ന NCP പരസ്പരം ഏറ്റുമുട്ടുന്നു. ശരത് പവാറും മരുമകൻ അജിത് പവാറും തമ്മിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ശത്രുത നിറഞ്ഞ യുദ്ധമാണ് ഇപ്പോൾ. ഇവർ 38 കേന്ദ്രങ്ങളിൽ നേർക്കുനേർ പോരാടുകയാണ്. അതുപോലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും തമ്മിലും കീരിയും പാമ്പും പോലെ പോരാടുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.